അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്ത്. നഖറഉ നമുക്ക് വായിക്കാം. അൽ ഈസാർ മുൻഗണന. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹിക്കായയാണ്, ജീവിതകഥയാണ്. നബിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവ കഥ, അതിനാണ് ഹിക്കായ. ഈസാർ എന്നാണ് ഹെഡിങ്, മുൻഗണന. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ ഫിൽ മസ്ജിദിൻ നബവി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയായിരുന്നു. ആയിരുന്നു നബി ജാലിസൻ, ഇരിക്കുന്നവനായിരുന്നു. ഫിൽ മസ്ജിദ് നബവി, മസ്ജിദുൻ നബവി. ഫഅതാ റജുലുൻ മിൻ ബഈദിൻ വകാന ജായിഅൻ. ഫഅതാ അപ്പോൾ വന്നു, റജുലുൻ മിൻ ബഈദിൻ അകലത്ത് നിന്ന് ഒരു പുരുഷൻ. വകാന ജായിഅൻ അദ്ദേഹം വിശക്കുന്നവനായിരുന്നു. ജായിഅ വിശക്കുന്നവൻ. ഫഅതാ അപ്പോൾ വന്നു. ഫഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, അന ജൗആൻ ഞാൻ വിശപ്പുള്ളവനാണ്, ഞാൻ വിശക്കുന്നവനാണ്. അന ജൗആൻ എനിക്ക് വിശപ്പുണ്ട്. അന ജൗആൻ. വലം യജിദിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബൈതിഹി ശൈഅൻ മിന അത്ആമി. വലം യജിദിൻ നബിയു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടില്ല, ഫീ ബൈതിഹി അദ്ദേഹത്തിന്റെ വീട്ടിൽ, ശൈഅൻ മിന അത്ആമി ഭക്ഷണത്തിൽ നിന്ന് യാതൊരു ഭക്ഷണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വീട്ടിൽ കണ്ടില്ല. ഫഖാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി പറഞ്ഞു, ലിമൻ ഹൗലഹു നബിക്ക് ചുറ്റുമുള്ളവരോട്, മൻ യുളഇഫു ഹാദാ ഇദ്ദേഹത്തെ ആര് അതിഥിയായി കൊണ്ടുപോകും, ആര് അതിഥിയാക്കും. മൻ യുളഇഫു ആര് അതിഥിയാക്കും, ഹാദാ ഇദ്ദേഹം. ഖാല അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കേൾക്കേണ്ട താമസം അബൂ ത്വൽഹ പറഞ്ഞു. ഖാല പറഞ്ഞു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ് റസൂലേ ഞാനുണ്ട്, റസൂലേ ഞാന്. ഫഫരിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷിച്ചു. ഫരിഹ സന്തോഷിച്ചു. ഫൻതലഖ ബിഹി അബൂ ത്വൽഹത റളിയല്ലാഹു അൻഹു ഇലാ ബൈതിഹി ഈ അതിഥിയെയുമായി, ഫൻതലഖ ബിഹി അദ്ദേഹത്തെയുമായി പോയി. അപ്പോൾ പോയി അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇലാ ബൈതിഹി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. വഖാല ലിഇംറഅതിഹി വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ പെണ്ണിനോട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, ഹൽ ഇൻദകി ശൈഉൻ നിന്റെ അടുത്ത് വല്ലതുമുണ്ടോ. ഹൽ ഇൻദകി ശൈഉൻ. ഖാലത് ഭാര്യ മറുപടി പറഞ്ഞു, മാ ഇൻദനാ ഇല്ലാ ഖൂതു സിബിയാനി. മാ ഇൻദനാ നമ്മുടെ അടുത്ത് ഇല്ലാ ഖൂതു സിബിയാനി എന്റെ കുട്ടികൾക്കുള്ള ഭക്ഷണമല്ലാതെ. ഖൂത്ത് ഭക്ഷണം, സുബിയാനി എന്റെ കുട്ടികൾ, സൊബിയൻ ജമ സുബിയാൻ കുട്ടികൾ. മാ ഇൻദനാ നമ്മുടെ അടുത്ത് ഇല്ല അല്ലാതെ കൂടാതെ ഒഴികെ, ഖൂത്ത് സിബിയാനി എന്റെ കുട്ടികൾക്കുള്ള ഭക്ഷണമല്ലാതെ നമ്മുടെ അടുത്തില്ല. ഫഖാല അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അപ്പോൾ ഭാര്യയോട് പറയുകയാണ്, ഹയ്യി തുആമക്കി നീ നിന്റെ ഭക്ഷണം നീ തയ്യാറാക്ക്. ഹയ്യി നീ തയ്യാറാക്ക്, തുആമക്കി ഭക്ഷണം. വനവ്മി സിബിയാനക്കി നിന്റെ കുട്ടികളെ നീ ഉറക്ക്. വനവ്മി നീ ഉറക്കൂ, നീ ഉറക്കിക്കള. സുബിയാനക്കി നിന്റെ കുട്ടികളെ. അങ്ങനെ ഹയ്യഅത്തി തുആമ ഭക്ഷണം തയ്യാറാക്കി, റെഡിയാക്കി വെച്ചു അവൾ. വനവ്വമത്തി സുബിയാന അവൾ കുട്ടികളെ ഉറക്കി. സുമ്മ ഖാമത്ത് കഅന്നഹ തുരീദു ഇസ്ലാഹ സിറാജിഹ പിന്നീട് അവൾ വിളക്ക് നന്നാക്കുന്നത് പോലെ അവൾ എഴുന്നേറ്റു. സുമ്മ പിന്നീട് ഖാമത്ത് അവൾ എഴുന്നേറ്റു. കഅന്നഹ അവളായതുപോലെ, തുരീദു അവൾ ഉദ്ദേശിക്കുന്ന പോലെ, ഇസ്ലാഹ സിറാജിഹ അവളുടെ വിളക്ക് നന്നാക്കാൻ ഉദ്ദേശിക്കുന്നത് പോലെ. ഫഅത്ഫഅത്ഹു അപ്പോൾ അവൾ ആ വിളക്ക് കെടുത്തി, അണച്ചു. അപ്പോൾ അത്ഫഅത്ത് അവൾ അണച്ചു, ഹു ആ വിളക്ക്. ഫതലാഹറ അവർ രണ്ടുപേരും അഭിനയിച്ചു. അബൂ ത്വൽഹയും അവരുടെ ഭാര്യയും അഭിനയിച്ചു. അന്നഹുമ അവർ രണ്ടുപേരും യഅ്കുലാനി ഭക്ഷണം കഴിക്കുന്നത് പോലെ. അതിഥി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അബൂ ത്വൽഹയുടെ ഭാര്യ ആ ഭക്ഷണം എടുത്തു വെച്ച ശേഷം, തയ്യാറാക്കി വെച്ച ശേഷം, മക്കളെ ഉറക്കി കിടത്തിയ ശേഷം വിളക്ക് നന്നാക്കുന്നത് പോലെ അതിനെടുത്തു പോയി വിളക്കണച്ചു. അങ്ങനെ അബൂ ത്വൽഹയും ഭാര്യയും അവിടെ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിച്ചു. വഅകല ദൈഫു അതിഥി ഭക്ഷണം കഴിച്ചു. അക്കല കഴിച്ചു, അല്ലൈഫു അതിഥി. വബാത അഹ്ലുൽ ബൈത്തി അലാ ജൂഇൻ ശദീദിൻ ശക്തമായ വിശപ്പിൽ വീട്ടിലെ ആളുകൾ കഴിച്ചുകൂട്ടി. ബാത്ത രാത്രി താമസിച്ചു. അഹ്ലുൽ ബൈത്തി ആ വീട്ടിലെ ആളുകൾ
അലാ ജൂഇൻ ഷദീദ്, ശക്തമായ ആവശ്യത്തിൽ. അതിഥികളാണെങ്കിലോ വയറിന് നല്ല ആഹാരം കഴിച്ചു. ഫലമ്മ അസ്ബഹ, നേരം വെളുത്തപ്പോൾ, ദഹബ അബൂ ത്വൽഹത ഇലാ മസ്ജിദി ലിസ്സലാത്തി, നമസ്കാരത്തിന് വേണ്ടി അബൂ ത്വൽഹ പള്ളിയിലേക്ക് പോയി, സുബ്ഹി നമസ്കാരത്തിന് വേണ്ടി. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അജബല്ലാഹു മിൻ സ്വനീഇകുമാ ബിളൈഫികുമാ അല്ലൈല. അജബല്ലാഹ്, അല്ലാഹു അത്ഭുതപ്പെട്ടു, മിൻ സ്വനീഇകുമാ, നിങ്ങൾ രണ്ടുപേരുടെ പ്രവൃത്തി കാരണത്താൽ, ബിളൈഫികുമാ, നിങ്ങൾ രണ്ടുപേരുടെ അതിഥിയോട്, അല്ലൈല, ഇന്നലെ രാത്രി അതിഥികളോടുള്ള നിങ്ങളുടെ രണ്ടുപേരുടെ പ്രവൃത്തി കാരണത്താൽ അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു. അബൂ ത്വൽഹ എന്ന നബി അബൂ ത്വൽഹയോട് പറഞ്ഞു. സ്വന്തം മക്കളെക്കാൾ, അവനവനേക്കാൾ അതിഥികൾക്ക് മുൻഗണന കൊടുക്കുന്ന സ്വഹാബിമാരുടെ ഈസാറാണ് ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്നത്. ഈസാറു സ്വഹാബ അലാ നഫ്സിഹിം, അവരുടെ സ്വന്തത്തെക്കാൾ മറ്റുള്ളവർക്ക് ഈസാർ, മുൻഗണന കൊടുക്കാനുള്ള ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കണം. ഇതാണ് ഈ പാഠത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഇബ്ര, സന്ദേശം. നഫ്ഹമു അൽ ഹദീസ് ഷരീഫ്, നബിയുടെ വിശുദ്ധ ഹദീസ് നമുക്ക് മനസ്സിലാക്കാം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു, മുത്തഫഖുൻ അലൈഹി. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസുകൾക്കാണ്, റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾക്കാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, ഫൽയുക്രിം ളൈഫഹു, അവൻ അവന്റെ അതിഥികളെ ആദരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മൻ, ആരെങ്കിലും, കാന യുഅ്മിനു, വിശ്വസിക്കുന്നുവെങ്കിൽ, ബില്ലാഹി, അള്ളാഹുവിൽ, വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തിലും, ഫൽയുക്രിം, അവൻ ആദരിക്കട്ടെ, അവൻ ബഹുമാനിക്കട്ടെ, ളൈഫഹു, അവന്റെ അതിഥികളെ. സ്വന്തത്തേക്കാൾ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുക. നുജീബു, ഈസാർ, മുൻഗണന. നുജീബു, നമുക്കുത്തരം നൽകാം. അയ്ന കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസൻ, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസൻ ഫി മസ്ജിദിൻ നബവി, എവിടെയായിരുന്നു നബി ഇരുന്നത്? നബി മസ്ജിദുൻ നബവിയിലായിരുന്നു ഇരുന്നത്. അയ്ന എന്ന ക്വസ്റ്റ്യൻ വേർഡ് മാറ്റിവെച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാഗം ഉത്തരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസൻ ഫിൽ മസ്ജിദിൻ നബവി. മൻ യുളഇഫു ഹാദാ, മൻ ഖാല ഹാദാ, ഇദ്ദേഹത്തെ ആരാണ് അതിഥിയാക്കുക, സൽക്കരിക്കുക എന്ന് ചോദിച്ചത്? ആരാണ്? ഖാല ഹാദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാദാ മൻ യുളഇഫു ഹാദാ എന്നത് നബിയാണ് പറഞ്ഞത്. ലിമ ലം യുളഇഫു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അർറജുല, ഈ അതിഥിയെ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിഥിയാക്കിയില്ല? എന്തുകൊണ്ടാണ്? ലം യജിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബൈതിഹി ശൈഅൻ മിന അത്ത്വാമി, ലം യജിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബൈതിഹി ശൈഅൻ മിന അത്ത്വാമി ലിദാ ലം യുളഇഫു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അർറജുല, നബിയുടെ വീട്ടിൽ ഭക്ഷണത്തിൽ നിന്ന് യാതൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് നബി അദ്ദേഹത്തെ അതിഥിയ സൽക്കരിക്കാതിരുന്നത്. ഹൽ അക്കല അബൂ ത്വൽഹത മഅ ളൈഫി, അബൂ ത്വൽഹ അതിഥിയോടൊപ്പം ഭക്ഷണം കഴിച്ചോ? ഇല്ല, അദ്ദേഹം അഭിനയിക്കുകയാണ് ചെയ്തത്. ഇല്ല, മാ അക്കല അബൂ ത്വൽഹ മഅ ളൈഫി, മാ അക്കല അബൂ ത്വൽഹ മഅ ളൈഫി. മാ അക്കല, ഹല്ലിന്റെ സ്ഥാനത്ത് മാ എന്ന് കൊടുത്താൽ മതി. മാ അക്കല അബൂ ത്വൽഹ മഅ ളൈഫി. കൈഫ ബാത അഹ്ലുൽ ബൈത്ത്, കൈഫ ബാത അഹ്ലുൽ ബൈത്ത്, ആ വീട്ടിലെ ആളുകൾ എങ്ങനെയാണ് അവർ രാത്രി കഴിച്ചുകൂട്ടിയത്? കൈഫ, എങ്ങനെ, ബാത്ത, രാത്രി കഴിച്ചുകൂട്ടി, അഹ്ലുൽ ബൈത്ത്, വീട്ടിലെ ആളുകൾ. ബാത്ത അഹ്ലുൽ ബൈത്തി അലാ ജൂഇൻ ഷദീദിൻ, ശക്തമായ വിശപ്പിലാണ് അവർ കഴിച്ചുകൂട്ടിയത്. ബാത്ത അഹ്ലുൽ ബൈത്തി അലാ ജൂഇൻ ഷദീദിൻ. നുലാഹിദു അൽ ഖാനാത്ത്, താഴെ രണ്ട് കള്ളികൾ നമുക്ക് ശ്രദ്ധിക്കാം. നുലാഹിദു, നമുക്ക് ശ്രദ്ധിക്കാം. അൽ ഖാനാത്ത്, കള്ളികൾ. അൽ ജുംലത്തുൽ ഇസ്മിയത്തു, അൽ ജുംലത്തുൽ ഫിഅലിയത്തു. ഇസ്മിയായ ജുംല, ഫിഅലിയായ ജുംല എന്നിങ്ങനെ രണ്ട് തരം ജുംലകളാണ് അറബി ഭാഷയിലുള്ളത്. ഇസ്മു കൊണ്ട് ആരംഭിക്കുന്ന ജുംലയെ ഇസ്മിയായ ജുംല എന്നും, ഫിഅലു കൊണ്ട് ആരംഭിക്കുന്ന ജുംലയെ ഫിഅലിയായ ജുംല എന്നുമാണ് പറയുക. ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
അൽ മുറാസിലു സ്വാദിഖുൻ, ചാനൽ റിപ്പോർട്ടർ സത്യവാനാണ്, സത്യം പറയുന്നവനാണ്, സത്യസന്ധനാണ്. അൽ മുറാസിലു സ്വാദിഖുൻ. അൽ മുറാസിലു ചാനൽ റിപ്പോർട്ടർ എന്ന ഇസ്മു കൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. സ്വാദിഖുൻ അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു വിശേഷണമാണ്. അൽ മുറാസിലത്തു ചാനൽ റിപ്പോർട്ടറുകാരി പെണ്ണ്, സ്വാദിഖത്തുൻ അവൾ സത്യവതിയാണ്, സത്യം പറയുന്നവളാണ്. ജുംലത്തുൽ ഫിഅലിയക്കു താഴെ ഫിഅലു കൊണ്ട് ആരംഭിക്കുന്ന ജുംല, ഇതേ ജുംല തന്നെ സ്വദഖൽ മുറാസിലു, റിപ്പോർട്ടർ സത്യം പറഞ്ഞു, റിപ്പോർട്ടർ സത്യം പറഞ്ഞു. സ്വദഖത്തിൽ മുറാസിലത്തു റിപ്പോർട്ടർകാരി, വാർത്ത അവതാരിക, അവൾ സത്യം പറഞ്ഞു. സ്വദഖത്തി, സ്വദഖൽ മുറാസിലു, മുറാസിലു വന്നപ്പോൾ സ്വദഖ എന്ന് പ്രയോഗിച്ചു. മുറാസിലത്ത് സ്ത്രീ ആയപ്പോൾ സ്വദഖത്ത് തി എന്ന് പ്രയോഗിച്ചു. അത് ശ്രദ്ധിക്കുക. ഇനി ഇസ്മിയായ ജുംലക്കുള്ള നിർവചനം എന്താണ്? ജുംലത്തുൻ തബ്ദഉ ബിൽ ഇസ്മി ജുംലത്തുൻ ഇസ്മിയ. ഇസ്മു കൊണ്ട് ആരംഭിക്കുന്ന ജുംല വാചകമാണ് ജുംലത്തുൻ ഇസ്മിയ എന്ന് പറയുക. തതകവ്വനു മിൻ മുബ്തദഇൻ വ ഖബറിൻ. മുബ്തദവും ഖബറും കൊണ്ടാണ് ഇവ ആരംഭിക്കുക. മുബ്തദ എന്നാൽ ഒരു ഇസ്മിയായ ജുംല തുടങ്ങുന്ന ആ പദത്തിനാണ് മുബ്തദ ആരംഭിക്കുന്നത് എന്നാണ് അർത്ഥം, തുടങ്ങുന്ന പദം എന്ന അർത്ഥത്തിൽ. ഖബർ എന്നാൽ ആ മുബ്തദയെ സംബന്ധിച്ചുള്ള ഒരു വിവരമാണ്, ഒരു വാർത്തയാണ്, ഒരു വിശേഷണമാണ് ശേഷം ഉണ്ടാവുക. രണ്ടാമത്തെ പദത്തിനാണ് ഖബർ, വാർത്ത, വിവരം എന്നൊക്കെ പറയുക. ആദ്യ പദം ഇസ്മിയായ ജുംലയിൽ ആദ്യ പദം മുബ്തദ എന്നും രണ്ടാം പദം ഖബർ എന്നും പറയുന്നു. അൽ ജുംലത്തു തബ്ദഉ ബി ഇസ്മിൻ ബിൽ ഇസ്മി ജുംലത്തുൻ ഇസ്മിയ. ഇസ്മു കൊണ്ട് ആരംഭിക്കുന്ന ജുംലയാണ് ജുംലത്തുൻ ഇസ്മിയ, ഇസ്മിയായ വാചകം. തതകവ്വനു മിൻ മുബ്തദഇൻ വ ഖബറിൻ, അത് മുബ്തദയായാലും ഖബറുമായാലുമാണ് അത് ഉണ്ടാവുക. ഉദാഹരണമായി അൽ മുറാസിലു സ്വാദിഖുൻ, ഇതിലെ ഒന്നാമത്തെ പദം അൽ മുറാസിലു എന്നത് ആണ് മുബ്തദ, സ്വാദിഖ് എന്ന പദമാണ് ഖബർ. അൽ മുറാസിലത്തു സ്വാദിഖത്തുൻ, അൽ മുറാസിലത്ത് മുബ്തദഉം ഖബർ സ്വാദിഖത്തുമാണ്. ഇനി ജുംലത്തുൻ തബ്ദഉ ബിൽ ഫിഅലി ജുംലത്തുൻ ഫിഅലിയ്യത്തുൻ. ഫിഅല് കൊണ്ട്, ക്രിയ കൊണ്ട് ആരംഭിക്കുന്ന ജുംല വാചകത്തെയാണ് ഫിഅലിയായ ജുംല, ഫിഅലിയായ വാചകം എന്ന് പറയുന്നത്. സ്വദഖൽ മുറാസിലു, സ്വദഖ ഫിഅലാണ്. തതകവ്വനു മിൻ ഫിഅലിൻ വ ഫാഇലിൻ, അത് ഫിഅലും ഫാഇലും മഫ്ഊലു ബിഹി ഒക്കെ ചേർന്നുകൊണ്ടാണ് അവ ഉണ്ടാവുക. തതകവ്വനു മിൻ ഫിഅലിൻ വ ഫാഇലിൻ, ഫിഅലും ഫാഇലും ചേർന്നുകൊണ്ട് രൂപപ്പെടുന്ന, ഫിഅല് കൊണ്ട് ആരംഭിക്കുന്ന ജുംലക്കാണ് ജുംലത്തുൻ ഫിഅലിയ. ക്രിയയും ആ ക്രിയ ചെയ്തയാളും പ്രവൃത്തി ചെയ്തയാളും കൂടി ഉണ്ടാകുന്ന ജുംലക്കാണ് ജുംലത്തുൻ ഫിഅലിയ എന്ന് പറയുക. ഉദാഹരണമായി സ്വദഖൽ മുറാസിലു, സ്വദഖത്തിൽ മുറാസിലത്തു, ചെയ്തയാൾ സ്ത്രീയാവുമ്പോൾ ക്രിയയിലും അതിൻ്റെതായ മാറ്റങ്ങൾ വരും. സ്വദഖത്തിൽ മുറാസിലത്തു, സ്വദഖൽ മുറാസിലു. ഇനി നമുക്ക് നക്മിലു അൽ ജുമല ബിഫാഇലിൻ മിന ദാഇറത്തി. താഴെ വന്ന ജുംലകള് ജുംലത്തുൻ ഫിഅലിയായ ജുംലയാണ്. അതായത് ഫിഅൽ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഫാഇൽ നമുക്ക് ആ കള്ളിയിൽ നിന്ന് വൃത്തത്തിൽ നിന്ന് നമുക്ക് യോജിച്ച ഫാഇലിനെ കൊണ്ട്, പ്രവൃത്തി ചെയ്ത ആളെ കൊണ്ട് നമുക്ക് പൂരിപ്പിക്കാം. നാമ ഡാഷ്, റഹബത്തി ഡാഷ് ഇലൽ മദ്രസത്തി, ആജിബ ഡാഷ്, ഹയ്യഅത്തി ഡാഷ് അത്ത്വാമ, അൽ ബിന്തു അൽ ഉമ്മു അൽ വലദു അല്ലാഹു. നാമ നമുക്കറിയാം, നാമ ഉറങ്ങി. റഹബത്ത് ഡാഷ് ഇലൽ മദ്രസ മദ്രസയിലേക്ക് അവൾ പോയി. അജിബ അത്ഭുതപ്പെട്ടു. ഹയ്യഅത്ത് അവൾ തയ്യാറാക്കി. ത്വാമ ഭക്ഷണം. ഇതിലെ നാമ അൽ വലദു ആൺകുട്ടി ഉറങ്ങി. റഹബത്തി ഡാഷ് ഇലൽ മദ്രസത്തി, റഹബത്തിൽ ബിന്തു ഇലൽ മദ്രസത്തി പെൺകുട്ടി മദ്രസയിലേക്ക് പോയി. നാമ ബിന്തു എന്ന് പ്രയോഗിക്കാൻ പറ്റൂല, കാരണം ബിന്ത് സ്ത്രീയാണ്, അപ്പോൾ നാമത്ത് എന്നാണെങ്കിലേ പറ്റുള്ളൂ. അതുപോലെ റഹബത്തിൽ വലതു എന്ന് പറയില്ല, കാരണം വലത് പുല്ലിംഗമായത് റഹബൽ വലതു എന്നേ പറയുകയുള്ളൂ. റഹബത്തിൽ ബിന്തു ഇലൽ മദ്രസത്തി. അജിബ അള്ളാഹു, അള്ളാഹു അത്ഭുതപ്പെട്ടു. അജിബ അള്ളാഹു, അള്ളാഹു അത്ഭുതപ്പെട്ടു. ഹയ്യഅത്തി ഡാഷ് അത്ത്വാമ, ഹയ്യഅത്തിൽ ഉമ്മു അത്ത്വാമ, ഉമ്മ ഭക്ഷണം തയ്യാറാക്കി. നുക്മിലു അൽ ജുമൽ അൽ ഇസ്മിയത ബികലിമത്തിൻ മുനാസിബത്തിൻ. താഴെ വരുന്ന ഇസ്മിയായ ജുംലയെ നമുക്ക്
യോജിച്ച പദം കൊണ്ട് നമുക്ക് പൂരിപ്പിക്കാം. മുബ്തദവും ഖബറും വരുന്ന പദങ്ങൾക്കാണല്ലോ ഇസ്മിയായ ജുംല എന്ന് പറയുന്നത്. ഇവ നമുക്ക് നോക്കി പൂരിപ്പിക്കാം. അൽ-ലൈഫു അതിഥി, ഡാഷ് അസൗജത്തു ഭാര്യ, ഡാഷ് ഡാഷ് മിസ്കീനത്തുൻ ദരിദ്രയാണ്, പാവപ്പെട്ടവളാണ്, ഡാഷ് കരീമുൻ ഉദാരനാണ്. അൽ മുസിന്നത്തു വൃദ്ധ, ജായിഉൻ വിശക്കുന്നവൻ, സ്വാലിഹത്ത് സൽസ്വഭാവി ആയ അവൾ, സൽവൃത്ത, അല്ലാഹു അല്ലാഹു. അൽ-ലൈഫു അതിഥി എങ്ങനെയുള്ളവനാണ്? ജായിഉൻ വിശക്കുന്നവനാണ്, അതിഥി വിശക്കുന്നവനാണ്. അൽ-ലൈഫു ജായിഉൻ. അസ്സൗജത്തു സ്വാലിഹത്തുൻ ഭാര്യ സ്വാലിഹയായ നല്ലവളാണ്, സ്വാലിഹയായവളാണ്. അൽ മുസിന്നത്തു മിസ്കീനത്തുൻ, അൽ മുസിന്നത്തു മിസ്കീനത്തുൻ വൃദ്ധ പാവപ്പെട്ടവളാണ്. അല്ലാഹു കരീമുൻ, അല്ലാഹു ഉദാരനാണ്. അപ്പൊ ആദ്യത്തെ മുബ്തദയിന് പൊതുവെ അൽഇക്റാം വന്നതായി നമുക്ക് കാണാം. അൽ-ലൈഫു, അസ്സൗജത്തു, അൽ മുസിന്നത്തു, അല്ലാഹു എന്നിങ്ങനെ. വിശേഷണത്തിന് ഇവിടെ ഖബറിന് അലിഫ് ലാം കൊടുത്തിട്ടില്ല, ഈ ഉദാഹരണങ്ങളിൽ മാത്രം. അപ്പൊ ഈ പാഠം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജുംലത്തുൻ ഇസ്മിയയും ജുംലത്തുൻ ഫിഅലിയയെ കുറിച്ച് കുട്ടികൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവുക, അതുപോലെ ഐന, മൻ, ലിമ, ഹൽ, കൈഫ എന്നിങ്ങനെയുള്ള ചോദ്യപദങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് ഉണ്ടാക്കുക. നുക്മിൽ ഫറാ ബിൽ കലിമത്തിൽ മുനാസിബത്തി യോജിച്ച പദങ്ങൾ കൊണ്ട് വിട്ട ഭാഗം നമുക്ക് പൂരിപ്പിക്കാം. ഡാഷ് ജൗആനു, ഡാഷ് ഖലീലുൻ, ഡാഷ് ജമീലത്തുൻ, ഡാഷ് കബീറത്തുൻ, ഡാഷ് റഹീമുൻ. ദായിറത്തിൽ നാം കാണുന്നത് അള്ളാഹു, വൃത്തത്തിൽ നാം കാണുന്നത് അള്ളാഹു, അൽമാഉ, അന, അൽ മസ്റഅത്തു, അൽ ഖറിയത്തു. മാ വെള്ളം, അന ഞാൻ, അൽ മസ്റഅത്ത് കൃഷിസ്ഥലം, ഖറിയത്ത് ഗ്രാമം. അന ജൗആൻ ഞാൻ വിശക്കുന്നവനാണ്, അന ജൗആൻ ഞാൻ വിശക്കുന്നവനാണ്. ഡാഷ് ഖലീലുൻ, അൽമാഉ ഖലീലുൻ. മസ്റഅത്തുൻ ഖറിയത്തും എല്ലാം സ്ത്രീലിംഗമായ പദങ്ങളാണ്. ഖലീൽ എന്നുള്ളത് പുല്ലിംഗ വിശേഷണമാണ്. അതുകൊണ്ടാണ് അവ മസ്റഅത്തിനോടും ഖറിയത്തിനോടും കൂടെ എഴുതാൻ പറ്റാത്തത്. മാ പുല്ലിംഗമാണ്. മായിന്റെ കൂടെ ജമീലത്തും കബീറത്തും പറ്റുകയില്ല. കാരണം ജമീലത്ത്, കബീറത്ത് ഇവ സ്ത്രീലിംഗ പദങ്ങളാണ്, വിശേഷണങ്ങളാണ്. അതുകൊണ്ട് അവ യോജിക്കുകയില്ല. അൽമാഉ ഖലീലുൻ വെള്ളം കുറവാണ്. ഡാഷ് ജമീലത്തുൻ, അൽ മസ്റഅത്തു ജമീലത്തുൻ കൃഷിസ്ഥലം ഭംഗിയുള്ളതാണ്. ഡാഷ് കബീറത്തുൻ, അൽ ഖറിയത്തു കബീറത്തുൻ ഗ്രാമം വലിയതാണ്, കബീറത്ത് വലിയതാണ്. അല്ലാഹു റഹീമുൻ, അല്ലാഹു കരുണാനിധിയാണ്. അല്ലാഹു റഹീമുൻ, അല്ലാഹു കരുണാനിധിയാണ്. മസ്റഅത്തുൻ, കബീറത്ത്, ഖറിയത്ത്, ജമീലത്ത് അങ്ങനെ തിരിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നുക്മിലു കമാഫിൽ മിസാലി ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് പൂരിപ്പിക്കാം. അൽ മാളി, അൽ മുലാരിഉ നാം 4ാം ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. ഫിഉലു മാളി, ഫിഉലുൽ മുലാരിഉ, ഫിഉലു അംർ, ഫിഉലു നഹി. അപ്പൊ ഇവ പുതിയതായ ഫിഉലു അംറും ഫിഉലു നഹിയും ഈ 5ാം ക്ലാസ്സിലാണ് നാം പരിചയപ്പെടുന്നത്. മാളി, മുലാരിഉ ഒക്കെ നാം മുമ്പ് പഠിച്ചിട്ടുണ്ട്. അൽ മാളി കഴിഞ്ഞകാല ക്രിയക്കാണ് മാളി എന്ന് പറയുക, ചെയ്തു കഴിഞ്ഞത്. ദഹബ, ജലസ, അക്രമ, അസ്ലഹ, നവ്വമ പോലെ. അൽ മുലാരിഉ നടന്നുകൊണ്ടിരിക്കുന്ന പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഭാവിയിൽ ചെയ്യുന്ന കാര്യം. ഇതിനാണ് മുലാരിഉ. നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യുന്ന ക്രിയകൾക്കാണ് ഫിഉൽ മുലാരിഉ എന്ന് പറയുക. യദ്ഹബു, യജ്ലിസു, യുക്രിമു, യുസ്ലിഹു, യുനവ്വിമു പോലെ. അപ്പൊ മാളിയും മുലാരിയും ദഹബ യദ്ഹബു, ജലസ യജ്ലിസു, അക്രമ യുക്രിമു, അസ്ലഹ യുസ്ലിഹു, നവ്വമ യുനവ്വിമു. ദഹബ പോയി, യദ്ഹബു പോകുന്നു അല്ലെങ്കിൽ പോകും, ജലസ ഇരുന്നു, യജ്ലിസു ഇരിക്കുന്നു അല്ലെങ്കിൽ ഇരിക്കും, അക്രമ ഫിഉൽ മാളി ആദരിച്ചു, യുക്രിമു ആദരിക്കും അല്ലെങ്കിൽ ആദരിക്കുന്നു, അസ്ലഹ നന്നാക്കി, യുസ്ലിഹു നന്നാക്കും അല്ലെങ്കിൽ നന്നാക്കുന്നു, നവ്വമ ഉറക്കി, യുനവ്വിമു ഉറക്കുന്നു അല്ലെങ്കിൽ ഉറക്കും. അങ്ങനെയാണ് അർത്ഥം വരിക. മുലാരിഅ് ഭാവി വർത്തമാന കാല ക്രിയയുടെ അർത്ഥമാണ് ലഭിക്കുക. ഫിഉലു അംർ നീ ചെയ്യ് എന്ന് ഒരാൾ കൽപ്പിക്കുന്ന ക്രിയകൾക്കാണ്
ഫിയോല് അംബ്ര അതിന്റെ മുദക്കറായ രൂപവും ഫിയോല് അംബ്രിന്റെ മുഅന്നസായ രൂപവുമാണ് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നാം പുതുതായി പഠിക്കുന്നത്. മിസാല് ദഹബ യദ്ഹബു ഇദ്ഹബ്, ദഹബ യദ്ഹബു ഇദ്ഹബ്. അതിന്റെ അംബ്ര ഫിയോൽ അംബ്ര മുഅന്നസ് സ്ത്രീലിംഗ പെണ്ണിനോടാവുമ്പം ഇദ്ഹബി എന്നാണ് കൽപ്പിക്കുക, നീ പോക് എന്നുള്ളതിന്. ഇദ്ഹബ് നീ പോ പുരുഷനോട്, പെണ്ണിനോടാവുമ്പം ഇദ്ഹബി. ജലസ യജ്ലിസു ഇജ്ലിസ് പുരുഷനോട്, ലിൽ മുദക്കർ ഇജ്ലിസ് നീ ഇരിക്ക്. ഇജ്ലിസി ഒരു പെണ്ണിനോട്, അൽ ഫിയോൽ അംബ്ര മുഅന്നസ് ഇജ്ലിസി. അക്രമ യുക്രിമു മാളി മുളാരി ഫിയോൽ അംബ്ര അക്രിം, പെണ്ണിനോട് അക്രിമി. അസ്ലഹ യുസ്ലിഹു അസ്ലിഹ്, അസ്ലിഹ് അസ്ലിഹി, അസ്ലിഹി. നവ്വമ യുനവ്വിമു നവ്വിം, നവ്യം നവ്വിമി, നവ്വിമി. ഫിയോൽ അംബ്ര മുഅന്നസ് അങ്ങനെയാണ് വരിക. നസ്തഹ്സിനു നമുക്ക് നന്നാക്കാം. മക്കാരിമുൽ അഖ്ലാഖ് പാഠഭാഗത്ത് അറബിയിൽ പദ്യങ്ങൾ കൊടുക്കുന്നത് ആസ്വാദനത്തിന് വേണ്ടിയാണ്. കുട്ടികൾ നല്ല രീതിയിൽ പാഠഭാഗം അധ്യാപകൻ നല്ല രീതിയിൽ പാടുന്നത് കേട്ട് കുട്ടികൾ അത് ആസ്വദിക്കുന്നു. അർത്ഥം മനസ്സിലാക്കുന്നതിനപ്പുറം ഒരു ആസ്വാദനത്തിന് വേണ്ടിയാണ് പാഠഭാഗത്ത് പദ്യങ്ങൾ കൊടുക്കുന്നത്. മക്കാരിമുൽ അഖ്ലാഖ് മഹത്തായ ഉദാത്തമായ സ്വഭാവ ഗുണങ്ങൾ. അഖ്ലാഖ് സ്വഭാവങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ. മക്കാരിം മഹത്തായ ഉദാത്തമായ സൽ സ്വഭാവം എന്ന് നമുക്ക് പറയാം. ശർറുൽ മഖാലിൽ കദിബു ഖൈറുൽ ഖിസാലിൽ അദബു അൽ ബഖ്ലു ഐബുൻ ഫാലിഹുൻ വൽ ജൂദു സിത്റുൻ സൗലിഹുൻ അൽ അഖ്ലു ഖാലിൻ ആദിലുൻ വൽ ഉജ്ബു ദാഉൻ ഖാതിലുൻ അൽ ഉംറു ളൈഫുൻ റാഹിലുൻ വൽ മാലു ളില്ലുൻ സായിലുൻ അൽ ബിർറു ലിൽ ഹുബ്ബി സബബുൻ ഇന്നൽ ബഖീല ലാ യുഹിബ്ബു طهارة الأخلاق من كرم الأغراق الكذب والنميمة والأذر شر شيمة وعجل إلى الخيرات من هذر الفوات. എനിക്ക് തീരെ രീതിയില്ല, നിങ്ങൾക്ക് രീതിയിൽ പഠിക്കാവുന്നതാണ്. ഷർറുൽ മഖാലി അൽ കദിബു സംസാരത്തിൽ ഏറ്റവും മോശം കളവ് പറച്ചിലാണ്. ഖൈറുൽ ഖിസാലി അൽ അദബു സ്വഭാവത്തിൽ ഏറ്റവും ഉത്തമം നല്ല പെരുമാറ്റമാണ്, മര്യാദയാണ്, അദബാണ്. ഖൈറുൽ ഖിസാൽ സ്വഭാവത്തിൽ ഏറ്റവും ഉത്തമം, ഏറ്റവും നല്ലത് അദബ്, അതൊരു നല്ല പെരുമാറ്റമാണ്, മര്യാദയാണ്. ഷർറുൽ മഖാൽ സംസാരത്തെ ഏറ്റവും മോശം, ഏറ്റവും ചീത്തയായത് അൽ കദിബു കളവ് പറച്ചിലാണ്. അൽ ബഖ്ലു ഐബുൻ ഫാലിഹുൻ മോശമായ ഒരു പോരായ്മയാണ് പിശുക്ക്. അൽ ബഖ്ലു പിശുക്ക്, ഐബ് അതൊരു ന്യൂനതയാണ്, പോരായ്മയാണ്. ഫാലിഹുൻ മോശപ്പെട്ട. വൽജൂദു ദാനശീലം, ഉദാരത, ദാനധർമ്മം. സിത്റുൻ അതൊരു മറയാണ്. സോലിഹുൻ ഒരു നല്ലതായ ഒരു മറയാണ്. ദാനധർമ്മം ചെയ്യുമ്പോൾ നമ്മൾ രഹസ്യമായി ദാനധർമ്മം കൊടുക്കലാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രയോഗിച്ചത്. അൽ അഖ്ലു ഖാലിൻ ആദിലുൻ നീതിമാനായ ഒരു ന്യായാധിപനാണ് ബുദ്ധി. അഖ്ല് ബുദ്ധി, ഖാലിൻ ഒരു ന്യായാധിപനാണ്, ആദിലുൻ നീതിമാനായ. വൽ ഉജ്ബു ദാഉൻ ഖാതിലുൻ ഒരു മാരകമായൊരു രോഗമാണ് അഹങ്കാരം. ദാ രോഗം, ഖാതിൽ മാരകമായ. അൽ ഉംറു ളൈഫുൻ റാഹിലുൻ യാത്ര പോകുന്ന ഒരു അതിഥിയാണ് വയസ്സ്. അൽ ഉംറു ആയുസ്, വയസ്സ്. വൈഫുൻ അതിഥിയാണ്. റാഹിലുൻ യാത്ര പോകുന്ന, നീങ്ങിപ്പോകുന്ന. വൽ മാലു ളില്ലുൻ സായിലുൻ ധനം, ളില്ലൊരു നിഴലാണ്, ഒരു തണലാണ്. സായിലുൻ നീങ്ങിപ്പോകുന്ന ഒരു തണലാണ്, ഒരു നിഴലാണ് സമ്പത്ത്. അൽ ബിർറു ലിൽ ഹുബ്ബി സബബൻ പുണ്യം സ്നേഹത്തിനുള്ള ഒരു കാരണമാണ്. ബിർറ് പുണ്യം, നന്മ. ലിൽ ഹുബ്ബ് സ്നേഹത്തിന്, സബബൻ അതൊരു കാരണമാണ്. ഇന്നൽ ബഖീല ലാ യുഹിബ്ബു തീർച്ചയായും പിശുക്കനെ ആരും സ്നേഹിക്കുകയില്ല. ത്വഹാറത്തുൽ അഖ്ലാഖി സ്വഭാവത്തിന്റെ പരിശുദ്ധി, ശുദ്ധത, സ്വഭാവങ്ങളുടെ എല്ലാം ശുദ്ധത. മിൻ കറമിൽ അറാഖി പാരമ്പര്യത്തിന്റെ ഒരു കുലീനതയിൽ നിന്നാണ്. പാരമ്പര്യത്തിന്റെ കുലീനതയിൽപ്പെട്ടതാണ് സ്വഭാവത്തിന്റെ പരിശുദ്ധി എന്നുള്ളത്. അൽ കദിബു വൻ നമീമത്തു വൽ ആദുറു
ഷർറു ഷീമത്തിൻ, അൽ കദിബു കളവ് പറയൽ, വൻ നമീമത്തു യേശന പറയൽ, വൽ ഖദർ വഞ്ചന, ഷർറു ഷീമത്തിൻ വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. ഷീമത്ത് സ്വഭാവം, ഷർറ് ചീത്ത സ്വഭാവമാണ് വഞ്ചനയും യേശനയും കളവ് പറച്ചിലും. വഅജൽ ഇലൽ ഖൈറാത്തി നന്മയിലേക്ക് നീ ധൃതിപ്പെടൂ. മിൻ ഹദറിൽ ഫവാത്ത് നഷ്ടപ്പെടുമെന്ന് മുന്നറിയിപ്പ് വരുന്നതിന് മുമ്പ്, നഷ്ടപ്പെടുന്നതിൻ്റെ മുന്നറിയിപ്പിന് മുമ്പ്, ആ നഷ്ടപ്പെടുമെന്ന് സമയം ഒക്കെ ആകുന്നതിന് മുമ്പ് തന്നെ നീ നന്മയിലേക്ക് നീ മുന്നിടൂ എന്നുള്ള അർത്ഥവത്തായ അബുൽ അത്താഹിയ എഴുതിയ വളരെ നല്ല ഒരു പദ്യമാണ്, ഷഅറാണ് മക്കാരിമുൽ അഖ്ലാഖ്. ഇത് നന്നായി രീതിയിൽ പാടി നന്നാക്കി പഠിക്കുക. ഈ രീതിയിൽ പലതവണ അധ്യാപകൻ പാടി തരുമ്പോൾ വിദ്യാർത്ഥികൾ അത് കേട്ട് പഠിക്കും ഇൻഷാ അല്ലാഹ്. നഖ്താറു മിന ദാഇറത്തി മക്കാരിമൽ അഖ്ലാഖ്. ഈ വൃത്തത്തിൽ നിന്ന്, ദാഇറത്ത് എന്നാൽ വൃത്തത്തിൽ നിന്ന് നമുക്ക് സൽസ്വഭാവത്തെ നമുക്ക് തെരഞ്ഞെടുക്കാം. നഖ്താറു മിന ദാഇറത്തി മക്കാരിമൽ അഖ്ലാഖ്. അൽ ബുഖ്ല്, അൽ കദിബ്, അൽ ജൂദ്, അൽ ബിർറു, അത്തൊഹാറത്തു, അസ്യദഖു, അൻ നമീമത്തു, അൽ ഖദറു. അൽ ബുഖ്ല് പിശുക്ക്, അൽ കദിബ് കളവ് പറച്ചിൽ, അൽ ജൂദ് ദാനധർമ്മം, അൽ ബിർറ് പുണ്യം നന്മ, അത്തൊഹാറത്ത് ശുദ്ധി, അസ്യദഖ് സത്യം പറയൽ, അൻ നമീമത്ത് ഏഷണി പറയൽ, അൽ ഖദർ വഞ്ചന. ഇതിലെ മക്കാരിമുൽ അഖ്ലാഖ് സൽസ്വഭാവം, ഉദാത്തമായ സ്വഭാവം, മഹത്തായ സ്വഭാവങ്ങളെ നമുക്ക് വേർതിരിക്കാം. അൽ ജൂദ് ദാനധർമ്മം ചെയ്യല്, ദാനം ചെയ്യല്, അൽ ബിർറ് പുണ്യം ചെയ്യല്, അത്തൊഹാറത്ത് ശുദ്ധി, അസ്യദഖ് സത്യം പറയൽ. ഈ 4 എണ്ണമാണ്. ബുഖല്, കദിബ്, നമീമത്ത്, ഖദർ ചീത്ത സ്വഭാവമാണ്. അൽ അഖ്ലാഖു സയ്യിഅ ആണ്. നുക്മിലു അസ്സുതൂറ ബിൽ മുനാസിബത്തി യോജിച്ചവ കൊണ്ട് നമുക്ക് വരികളെ നമുക്ക് പൂർത്തീകരിക്കാം. ഖാനാത്തിൽ കദിബ് കളവ്, സിദ്ഖ് സത്യം പറച്ചിൽ, അൽ ഉജ്ബ് അഹങ്കാരം, അൽ ജൂദ് ദാനധർമ്മം എന്നിവ കൊടുത്തിട്ടുണ്ട്. ഡാഷ് മിനൽ അഖ്ലാഖിസ് ഹസനത്തി, ഡാഷ് മിനൽ അഖ്ലാഖിൽ ഹസനത്തി, അൽ ജൂദു അസ്സിദ്ഖു മിൻ അഖ്ലാഖിൽ ഹസനത്തി, അസ്സിദ്ഖു മിൻ അഖ്ലാഖിൽ ഹസനത്തി നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണ് സത്യം പറയൽ. അടുത്തത് ഡാഷ് മിൻ അഖ്ലാഖി സയ്യിഅത്തി ചീത്ത സ്വഭാവത്തിൽപ്പെട്ടത് ഏത്? അൽ കദിബു കളവ് പറയൽ, സത്യം പറയൽ നല്ല സ്വഭാവത്തിൽ. അസ്സിദ്ഖു മിൻ അഖ്ലാഖിൽ ഹസന സൽസ്വഭാവത്തിൽപ്പെട്ടതാണ്. അൽ കദിബു കളവ് പറയലോ മിൻ അഖ്ലാഖി സയ്യ ചീത്ത സ്വഭാവത്തിൽപ്പെട്ടതുമാണ്. ഡാഷ് സിത്തുറുൻ സോലിഹുൻ, അൽ ജൂദു സിത്തുറുൻ സോലിഹുൻ. ഡാഷ് ദാഉൻ ഖാത്തിലുൻ, അൽ ഉജുബു അഹങ്കാരം, ദാഉൻ ഖാത്തിലുൻ, അൽ ഉജുബു ദാഉൻ ഖാത്തിലുൻ. നഖ്താറു മിനൽ മൾലൂമി സത്തറൻ അഅജബന നമ്മുടെ അത്ഭുതപ്പെടുത്തിയ വരികളെ നമുക്ക് പദ്യത്തിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. ഏത് വരികളാണ് നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തിയത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നഖ്റഉ അത്തസ്രീഹാത്തി വനക്തശിഫു മിനൽ മൾലൂമി സുതൂറൻ മുനാസിബത്തൻ ലഹ താഴെ വന്ന പ്രസ്താവനകൾ നമുക്ക് വായിക്കാം. നഖ്റഉ അത്തസ്രീഹാത്തി പ്രസ്താവനകളെ നമുക്ക് വായിക്കാം. വനക്തശിഫു മിനൽ മൾലൂമി സുതൂറൻ മുനാസിബത്തൻ ലഹ അവക്ക് യോജിച്ച അർത്ഥത്തിൽ യോജിക്കുന്ന ആശയത്തിൽ യോജിക്കുന്ന വരികളെ പദ്യത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താം. നക്തശിഫു നമുക്ക് കണ്ടെത്താം. മിനൽ മൾലൂമി പദ്യത്തിൽ നിന്ന്, സുതൂറൻ വരികളെ, മുനാസിബത്തൻ യോജിച്ച ലഹ അവക്ക്. ഒന്നാമത്തെ യുഹിബ്ബുൻ നാസു അൽ ബിർറ വയുഹിബ്ബുന അൽ ബുഖ്ല ജനങ്ങൾ പുണ്യത്തെ ഇഷ്ടപ്പെടുന്നു, അവർ പിശുക്കിനെ അവർ ഭയപ്പെടുന്നു. പദ്യം മറിച്ച് നോക്കുമ്പോൾ 5ാമത്തെ വരി അൽ ബിർറു ലിൽ ഹുബ്ബി സബബുൻ ഇന്നൽ ബഖീല ലാ യുഹിബ്ബു എന്നുള്ള ആ വരിയാണ് അതിനോട് യോജിക്കുന്നത്. അൽ ബിർറു ലിൽ ഹുബ്ബി സബബുൻ ഇന്നൽ ബഖീല ലാ യുഹിബ്ബു. 2ാമത്തെ ചോദ്യം സാരിഅ ഇലൽ ഖൈറാത്തി ഖബ്ല ഫവാത്തി വഖ്തിഹ നന്മയിലേക്ക് നീ ധൃതിപ്പെട് അതിന്റെ സമയം നഷ്ടപ്പെടുന്നതിന് മുമ്പ്. സമയം നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ, അതിന്റെ സമയം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നന്മയിലേക്ക് നീ ധൃതിപ്പെട്. ഏറ്റവും അവസാനത്തെ വരി വഅജൽ ലിൽ ഖൈറാത്തി മിൻ ഹദരിൽ ഫവാത്ത് വഅജൽ ഇലൽ ഖൈറാത്തി മിൻ ഹദരിൽ ഫവാത്ത് നഷ്ടപ്പെടുന്നതിന്റെ മുന്നറിയിപ്പ് എത്തുന്നതിന് മുമ്പ് തന്നെ നന്മയിലേക്ക് നീ ധൃതിപ്പെട്. വാർദ്ധക്യമാവുന്നതിന് മുമ്പ് നന്മയിലേക്ക് നീ ധൃതിപ്പെട്. 3 അൽ ഉംറു കൽദൈഫി വൽ മാലു കൽലില്ലി യസൂലാനി ദായിമാ. അൽ ഉംറു കൽദൈഫി ആയുസ് അതിഥിയെ പോലെയും, വൽ മാലു കൽലില്ലി
സമ്പത്ത് തണലിനെ പോലെയും നിഴലിനെ പോലെയുമാണ്. സൂലാനി ദായിമ, അവ എപ്പോഴും നീങ്ങിപ്പോകും എന്ന് ആശയം വരുന്ന ലൈനേത്. 4-ാം ലൈൻ, അൽ ഉംറു ളൈഫുൻ റാഹിലുൻ വൽ മാലു ളില്ലുൻ സായിലുൻ. അൽ ഉംറു ളൈഫുൻ റാഹിലുൻ വൽ മാലു ളില്ലുൻ സായിലുൻ. അൽ മുആഖാത്ത്, സാഹോദര്യം. ഫൈലാൻ ജമ്മ് ഫയദാനാത്ത്, വെള്ളപ്പൊക്കം. മസ്വായിബ്, ദുരന്തങ്ങൾ. മുസീബത്ത്, മസ്വായിബ്, ദുരന്തങ്ങൾ. അസുന്ദൂഖ് അൽ ഖൈരി, ജീവകാരുണ്യ നിധി, ചാരിറ്റബിൾ ഫണ്ട്. വസീർ ദാഖിലിയ, ആഭ്യന്തര മന്ത്രി, ഹോം മിനിസ്റ്റർ. മുസാബ്, ദുരിതബാധിതർ, വിക്ടിം. തബറ, സംഭാവന നൽകി. മുസിന്നത്ത്, വൃദ്ധ. സുഹ്ഫിയ്, പത്രപ്രവർത്തകൻ. മുറാസിലു ഖനാത്തിൻ, ചാനൽ റിപ്പോർട്ടർ. മുഖാബല, അഭിമുഖം, ഇന്റർവ്യൂ. മബ്ലഗ്, തുക. ഹലൂബ്, കറവയുള്ള, പാലുള്ള. ഫാള, കവിഞ്ഞൊഴുകി. ഈസാർ, മുൻഗണന. ഈസാർ, മുൻഗണന. യുളഈഫു, ആതിഥ്യമരുളുന്നു, അതിഥിയായി സ്വീകരിക്കുന്നു, സൽക്കരിക്കുന്നു. ഇൻതൊലഖ, പോയി. ഖൂത്ത്, ഭക്ഷണം. സുബിയാൻ, കുട്ടികൾ. സൊബിയൻ ജമ്മ് സുബിയാൻ. ഹയ്യ, തയ്യാറാക്കി, ഒരുക്കി. നവ്വമ, ഉറക്കി. അത്ഫ, അണച്ചു. സ്വനീഅ, പ്രവൃത്തി. ഖിസ്വാൽ, ഗുണങ്ങൾ, ക്വാളിറ്റീസ്. ജൂദ്, ദാനശീലം. സിത്ർ, മറ, കർട്ടൻ. സിതാർ, ജംഅ്. ദാഉൻ, രോഗം. ഉംർ, വയസ്സ്. ഹുബ്, സ്നേഹം. ഒദർ, വഞ്ചന. നമീമ, ഏഷണി. ഷീമ, സ്വഭാവം. ഇവയൊക്കെയാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പരിചയപ്പെട്ട പുതിയ വാക്കുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇലൽ ലിഖാ, മഅസ്സലാമ.